gorgeous episode of ITL World Junior Idol Season 2. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നത് സെക്കൻഡ് സ്റ്റേജ് എലിമിനേഷൻ ആയിരുന്നു. ഈ സെക്കൻഡ് സ്റ്റേജ് പൂർത്തിയായപ്പോൾ we have the top 15 contestants who are going to compete for the title of ITL World Junior Idol Season 2. ഇത് ITL World Junior Idol Season 2ന്റെ തേർഡ് സ്റ്റേജ് ആണ്. ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ബിജി ബാൽ, റിമി ടോമി ആൻഡ് അനൂപ് ശങ്കർ. ഇന്ന് മുതൽ നമ്മുടെ തേർഡ് സ്റ്റേജ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഈ തേർഡ് സ്റ്റേജിൽ നമ്മുടെ ടോപ്പ് ബ്രില്യൻ 15 കണ്ടസ്റ്റൻസ് ഉണ്ട്. ഇനി നമുക്ക് റൗണ്ട്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. 3 റൗണ്ടുകളാണ് ഈ സ്റ്റേജിൽ നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുത്തിരിക്കുന്നത്. വൺ ഈസ് ഇളയരാജ ക്ലാസിക്സ് റൗണ്ട്. ഇതിൽ ദ മ്യൂസിക് ലെജൻഡ് ഇളയരാജ സാറിന്റെ നല്ല ക്ലാസിക് സോങ് ആയിരിക്കും നമ്മുടെ കണ്ടസ്റ്റൻസ് ഇവിടെ പെർഫോം ചെയ്യുക. ആൻഡ് another one is ഇശൽ ദർബാർ റൗണ്ട്. ഇമ്പമാർന്ന നല്ല മാപ്പിളപ്പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള റൗണ്ട് ആണിത്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് കാവ്യ മുരളീക റൗണ്ട്. ഈ റൗണ്ടുകളെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അനുവേട്ടയിൽ നിന്ന് തന്നെ അറിയാം. അനുവേട്ട, നമ്മൾ ഇപ്രാവശ്യം 3 റൗണ്ട്സ് മേഘന പറഞ്ഞ പോലെ ഇളയരാജ ക്ലാസിക്സ്, ഇശൽ ദർബാർ ആൻഡ് കാവ്യ മുരളിക, ഈ 3 റൗണ്ടും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് നമ്മളുടെ. അതിൽ പ്രധാനമായും ഇളയരാജ ക്ലാസിക്സ് റൗണ്ടിൽ ഇളയരാജ സാറിന്റെ നല്ല പാട്ടുകൾ, അധികം നമ്മൾ റിയാലിറ്റി ഷോസിൽ കേൾക്കാത്ത പാട്ടുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പരമാവധി. കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു റൗണ്ടായിരുന്നു. ഈ വർഷവും അതുപോലെ നന്നായി നമ്മുടെ കുട്ടികൾ പാടും എന്നുള്ള വിശ്വാസമുണ്ട്. അതുപോലെ കാവ്യ മുരളിക എന്ന റൗണ്ട് ഒരുപക്ഷെ അങ്ങനെ റിയാലിറ്റി ഷോസിൽ പരീക്ഷിക്കപ്പെടാത്ത ഒരു റൗണ്ട്. ഇതിന് ഏറ്റവും വലിയ ഒരു താങ്ക്സ് പറയേണ്ടത് ബിചേട്ടനോടാണ്. ബിക്കോസ് ബിചേട്ടനാണ് ഈ പ്രോസസ്സ് ഫുള്ളായിട്ട് ഹെൽപ്പ് ചെയ്തത് നമ്മളെ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മലയാളത്തിലെ പ്രതിഭാസമ്പന്നരായ 15 വ്യത്യസ്തരായ കവികളുടെ കവിതകളാണ്. അവ കവിതാരൂപത്തിൽ അതിന്റെ ഭംഗിക്ക് കോട്ടം തട്ടാതെ സംഗീത സംവിധായകർ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കവിതകളാണ്. അത് ഓരോ മത്സരാർത്ഥിയും ഓരോ കവിയുടെ കവിത അല്ലെങ്കിൽ ആ ഗാനം ഇവിടെ നമുക്ക് വേണ്ടി സമ്മാനിക്കും. 3ാമത്തെ റൗണ്ട് ഇശൽ ദർബാർ. ഇശൽ ദർബാർ എന്ന റൗണ്ടിൽ കേരള സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായ മാപ്പിളപ്പാട്ടുകളുടെ ഈണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സിനിമാ ഗാനങ്ങൾ, അവയാണ് കുട്ടികൾ ഇവിടെ അവതരിപ്പിക്കുക. അങ്ങനെ 3 വ്യത്യസ്ത റൗണ്ടുകളിൽ നല്ല കുറെ ഗാനങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു അനുവേട്ട. അപ്പൊ നമ്മൾ റൗണ്ടുകളെ കുറിച്ച് അറിഞ്ഞു. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്, നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. വെച്ച് താമസിപ്പിക്കുന്നില്ല, നമ്മുടെ തേർഡ് സ്റ്റേജ് ഇവിടെ ആരംഭിക്കാം. തേർഡ് സ്റ്റേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇളയരാജ ക്ലാസിക്സ് റൗണ്ടിലാണ്. ഇളയരാജ ക്ലാസിക്സ് റൗണ്ടിൽ ആദ്യമായി ഈ വേദിയിലേക്ക് പാടാൻ എത്തുന്നു ഗ്രീഷ്മ കണ്ണൻ. ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ ഗ്രീഷ്മ. ഹായ് ഗ്രീഷ്മ. ഹായ്. നൈസ് ഔട്ട്ഫിറ്റ്സ്. താങ്ക് യു. ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഞാൻ സിന്ധു ഭൈരവി എന്ന ഫിലിമിലെ ഞാനൊരു സിന്ധു കാവടി ചിന്തെന്ന് പാട്ടാണ്. അപ്പം ചിത്ര ചേച്ചിയുടെ നല്ലൊരു സോങ് തന്നെയാണ് മോള് സെലക്ട് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് പെർഫോം ചെയ്യണം. തേർഡ് സ്റ്റേജ് ഗ്രീഷ്മയാണ് ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത്. നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുക. ഓൾ ദി ബെസ്റ്റ്. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഔട്ട്. ഞാനൊരു സിന്ധു കാവടി ചിന്ത്, நானொரு சிந்து காவடி சிந்து, ராகம் புரியவில்லை, உள்ள சோகம் தெரியவில்லை, தந்தை இருந்தும் தாயும் இருந்தும் சொந்தம் எதுவும் இல்லை, அதை சொல்ல தெரியவில்லை. நானொரு சிந்து காவடி சிந்து, ராகம் புரியவில்லை, உள்ள சோகம் தெரியவில்லை, தந்தை இருந்தும் தாயும் இருந்தும் சொந்தம் எதுவும் இல்லை, அதை சொல்ல தெரியவில்லை. நானொரு சிந்து காவடி சிந்து, ராகம் புரியவில்லை, உள்ள சோகம் தெரியவில்லை.
വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ആദ്യമായിട്ട് അങ്ങോട്ടാണ് താങ്ക്സ് പറയേണ്ടത്. ബിക്കോസ് തേർഡ് സ്റ്റേജിൽ നല്ലൊരു ആരംഭം തന്നെ മോള് കുറിച്ചു. ആൻഡ് ബിജുചേട്ടൻ പറയുന്ന പോലെ പാട്ടിനെ സ്നേഹിച്ചു പാടിയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ബിജുചേട്ടൻ അങ്ങനെ ഫീൽ ചെയ്തോന്ന് അറിയില്ല. നമുക്ക് ബിജുചേട്ടൻ ചോദിക്കാം അല്ലേ? ബിജുചേട്ടാ. മേഘന പറഞ്ഞത് ശരിയാണ്. ഗ്രീഷ്മ അസലായിട്ട് പാടി. താങ്ക് യു സർ. ഗ്രീഷ്മയുടെ ഓരോ പെർഫോമൻസും അത് അങ്ങനെ തന്നെയാണ്. പാട്ടുകളെ ഗ്രീഷ്മ സമീപിക്കുന്നതെല്ലാം അങ്ങനെ തന്നെയാണ്. അത് ഇനിയും തുടർന്നും അത് കീപ്പ് ചെയ്യണം കേട്ടോ. ആകെ എനിക്ക് തോന്നിയത് ചരണത്തിന്റെയും അനുപല്ലവിയുടെയും സെക്കൻഡ് ഫ്രേസിൽ വരുന്ന മുകളിലേക്കുള്ള ഭാഗത്ത് കുറച്ചൊരു സ്ട്രെയിൻ ഫീൽ ചെയ്തു അല്ലേ? ചിലപ്പോൾ ഒരു ഹാഫ് നോട്ടൊക്കെ താത്തിക്കഴിഞ്ഞാൽ ഗ്രീഷ്മയ്ക്ക് പുഷ്പം പോലെ അത് പാടാൻ പറ്റും. അല്ലേ? അത് തോന്നിയില്ലേ? അങ്ങനെ സ്ട്രെയിൻ ഉണ്ട് അല്ലേ? അത്രേ ഉള്ളൂ, വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ ഫീൽഫുൾ ആയിട്ടുള്ളൊരു പാട്ട്. സിന്ധു ഭൈരവി എന്ന് പറയുന്ന ഒരു ലെജൻഡറി ആയിട്ടുള്ളൊരു ഫിലിമാണ് ശരിക്കും. അതിനകത്ത് ഓരോ പാട്ടുകളും അത്ഭുതങ്ങളാണ്. അതിൽ ഒരു പാട്ടാണ് ഞാനൊരു സിന്ധു. ഭംഗിയായിട്ട് പാടി കേട്ടോ. ഗ്രീഷ്മക്കുട്ടി, പട്ടുപാവാടയിൽ മുല്ലപ്പൂവിൽ കുട്ടി നല്ല സുന്ദരിയായിരിക്കുന്നു. താങ്ക് യു. അതുപോലെ ഈ പാട്ട് കേട്ട് നമ്മുടെ മനസ്സിൽ ചെറിയൊരു വിങ്ങല് ഉണ്ടാക്കി. കാരണം ഇത് അത്രയും എപ്പോ കേട്ടാലും നമ്മുടെ മനസ്സിൽ നമ്മള് അറിയാണ്ട് നമുക്കൊരു പ്രത്യേക ഫീല് തരുന്ന ഒരു പാട്ടാണ്. മോൾക്ക് ഏറ്റവും വലിയ ഗുണം, മോളുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നല്ല ഫീലുള്ള ഒരു കുട്ടിയാണ്. പാടുമ്പോൾ ഭയങ്കര ഉൾക്കൊണ്ട് അതില് ലയിച്ച് പാടുന്ന ഒരു കഴിവ് ദൈവം മോൾക്ക് തന്നിട്ടുണ്ട്. പറഞ്ഞ പോലെ സിന്ധു ഭൈരവി എന്ന ചിത്രത്തിൽ നമ്മുടെ ചിത്ര ചേച്ചിക്ക് ദേശീയ പുരസ്കാരം വരെ നേടിക്കൊടുത്ത 2 പാട്ട്, പാടറിയേയും ആണെങ്കിലും ഈ പാട്ടിന് 2 കൂടെ കൂട്ടിയാന്ന് തോന്നുന്നു ദേശീയ പുരസ്കാരം. അതിൽ എല്ലാ പാട്ടുകളും ഭയങ്കര ഹിറ്റ്. മോൾ ഈ പാട്ട് സെലക്ട് ചെയ്തതിന് രാജാ സാർ റൗണ്ട് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. ഇനി ഓരോ റൗണ്ടിലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാൻ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുക. കാരണം എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം കുറച്ച് കൂടുതൽ എനിക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളോട് എനിക്കുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ട് എനിക്ക് മാത്രമല്ല, ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കൂടുതലെന്തോ എപ്പോഴും ഇതിലൊരു അഡിക്റ്റ് ആയ പോലെ അത്രയ്ക്ക് ഒരു ഇഷ്ടം ഉണ്ടായത് എനിക്ക് ഈ റൗണ്ടിനോട് അനുവിന് സ്പെഷ്യൽ ഒരു താങ്ക്സ് പറയുന്നു. പിന്നെ എന്താ പറയാ, മോള് പാട്ട് പാടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എനിക്ക് അമ്മാന സ്വല്ലവും അധികാരമില്ലേ അവിടെ കൊടുത്ത ഫീൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ മോക്ക് നല്ല ബ്രെത്ത് കൺട്രോൾ എനിക്ക് തോന്നി. കാരണം കണ്ടുപിടി ഞാനൊരു സിന്ധ് അവിടെ വരെയൊക്കെ എത്തിച്ച് മുറിക്കാണ്ട് പാടിയത്. അതുപോലെ ഇല്ലാതെ ഉറവക്ക് എന്നെ പേരോ എന്നൊക്കെ നല്ല സസ്റ്റെയിൻ ചെയ്ത് നല്ലതായിട്ട് നിർത്തി. ആകെ മൊത്തം ചെറിയ വല്ല പ്രശ്നം പറയാൻ തോന്നിയെങ്കിൽ ആ മുകളിലോട്ട് എവിടെയായിരുന്നു കരഞ്ചിരിപ്പേന എന്നൊരു സംഭവം വരുന്നില്ലേ? എപ്പോത് തിരിഞ്ഞിരുന്നാലേ കരഞ്ചിരിപ്പേനേ, അത് മാത്രമേ പ്രശ്നമായിട്ട് വല്ലതും എടുത്ത് പറയണമെങ്കിൽ പറയാൻ പറ്റത്തുള്ളൂ. മൊത്തത്തിൽ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്ത റൗണ്ടിലും ഇതേപോലെ ഗംഭീരമായ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. താങ്ക് യു ചേച്ചി. ഗ്രീഷ്മ, ഫാന്റാസ്റ്റിക് സിംഗിങ്, അസാധ്യമായിട്ട് പാടി. ഒരുപാട് സന്തോഷമുണ്ട് ഈ പാട്ട് ഇത്ര നന്നായിട്ട് പാടിയതിന്. ആൻഡ് തീർച്ചയായിട്ടും ഇളയരാജ എന്ന ലെജൻഡിന്റെ വൺ ഓഫ് ദി ലെജൻഡറി കമ്പോസിഷൻസ്. അദ്ദേഹം അത്രമാത്രം ബ്രില്യൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ പാട്ടിന്റെ മറ്റൊരു പ്രത്യേകത ഒരുപക്ഷെ കറക്റ്റ് ആണെങ്കിൽ, ഒരു ഗാനത്തിന് അത് പാടിയ ഗായികയ്ക്കും അത് അഭിനയിച്ച നടിക്കും നാഷണൽ അവാർഡ് കിട്ടുന്നത് ഈ പാട്ടിലായിരിക്കും. ഒരുപക്ഷെ പാടറിയൻ പഠിപ്പറിയൻ ആൻഡ് ദിസ് സോങ് സുഹാസിനിക്കും ഉണ്ടായിരുന്നു, ഓഫ് കോഴ്സ് ചിത്ര ചേച്ചിക്കും. ആൻഡ് മോളെ ലിറിക്കലി ഇറ്റ് വാസ് പെർഫെക്റ്റ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിക്ഷനാണ്. വൈരമുത്തു എന്ന കവിയുടെ മനോഹരമായ വരികൾ. ഈ പാട്ടിന്റെ സന്ദർഭം ഞാൻ പറഞ്ഞു തന്നില്ല എന്ന് തോന്നുന്നു, മറന്നുപോയി, സോറി. ബിക്കോസ് അമ്മയുടെ മുമ്പിൽ പാടുകയാണ് മകൾക്കറിയാം ഇതാണ് എൻ്റെ അമ്മ എന്ന്, പക്ഷെ അമ്മയ്ക്ക് അറിയില്ല മകളാണ് മുമ്പിൽ നിന്ന് പാടുന്നതെന്ന്. അതുകൊണ്ടാണ് അമ്മാന് സ്വല്ലവും അധികാരമില്ലേ എന്ന വരി വരുന്നത്. അപ്പം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇത് കെ ബാലചന്ദ്രൻ എന്ന ഡയറക്ടർ അന്ന് നമുക്ക് സമ്മാനിച്ചു. ഇന്നത് സീരിയലുകളിൽ സ്ഥിരമായ ഒരു ആശയമാണെങ്കിലും പണ്ട് കാലത്ത് തന്നെ അദ്ദേഹം നമുക്കത് സമ്മാനിച്ചു. അത്രയും ലെജൻഡറി ആയിട്ടുള്ള മൂവി മോൾ അസലായിട്ട് പാടി. എനിക്ക് പറയാനുള്ള മറ്റൊരു സജഷൻസ്, മോള് ഇന്നലെ പാടിയപ്പോൾ ഹൈ പിച്ച് സ്ട്രെയിൻ വന്നപ്പോൾ ഒരു ചെറിയ സജഷൻ ഞാൻ പറഞ്ഞിരുന്നു. എന്താണത്? ബേസ് നോട്ടായി ബേസ് ആണ് പാടണമെന്ന് വിചാരിച്ച് പാടാം. ഞാനൊരു വോക്കൽ എക്സസൈസസിന്റെ ഒരു ബുക്കിൽ പഠിച്ചതാണ്. ഒപ്പം ഒരു വോക്കൽ എക്സ്പേർട്ട് പറഞ്ഞ ഒരു ക്ലാസ് സജഷൻ കൂടിയാണ്. നമ്മൾ അല്ല ട്രൈ ചെയ്തു, കുഴപ്പമില്ല, അത് പതുക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു സുപ്രഭാതത്തിൽ അത് പെട്ടെന്ന് അങ്ങനെ പാടാൻ പറ്റില്ല. ഇതെല്ലാ ഗായകർക്കുള്ള ഒരു ടിപ്പാണ്.
മൈറ്റ് ബി യൂസ്ഫുൾ ഫോർ സമ്മൺ. എല്ലാവർക്കും അത് അപ്ലിക്കബിൾ ആണോ എന്ന് അറിയില്ല. നമ്മൾ ഹൈ ആയിട്ടുള്ള ഒരു പോർഷൻ പാടുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആവും. ഇനി അടുത്തൊരു ഹൈ പോർഷൻ വരികയാണ്, നമുക്ക് ഇവിടെ വെള്ളി വീഴാൻ സാധ്യതയുണ്ട് എന്നൊരു മാനസികമായ തയ്യാറെടുപ്പ് നമ്മൾ നടത്തും. പക്ഷേ അത് നമ്മൾ മാനസികമായിട്ട് വളരെ ബേസ് ആയിട്ടുള്ള ഒരു നോട്ടിലേക്കാണ് ഞാൻ ഇനി പാടാൻ പോകുന്നത് എന്നൊരു അവബോധം മനസ്സിൽ കണ്ടുകൊണ്ട് ആ നോട്ടിനെ സമീപിക്കുക. അപ്പോൾ കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും സിംഗിങ് എന്നൊരു ടിപ്പുണ്ട്. ശ്രമിച്ചു നോക്കുക, മൈറ്റ് ബി യൂസ്ഫുൾ. മോള് ഇന്നലെ പാടി ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു, സ്ട്രെയിൻ ഇല്ലാതെ മോള് പാടി. ഇന്ന് ചെറിയൊരു സ്ട്രെയിൻ തോന്നി, അത്രയേ ഉള്ളൂ. റെസ്റ്റ് എവറി സോങ്, റെസ്റ്റ് എവറി പോർഷൻ ഓഫ് ദ സോങ് വാസ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ ഒരു ചെറിയ സെഷൻ കൂടി ഉണ്ട് മോളെ പാടുമ്പോൾ. ഇൻ ബിറ്റ്വീൻ വരുന്ന പോർഷൻസ് ഉണ്ടല്ലോ, അനുപല്ലവിയുടെയും ചരണത്തിന്റെയും നടുവിലൊക്കെ വരുന്ന BGMസിൽ കുറച്ചുകൂടി മോൾ ഫോക്കസ്ഡ് ആവാം. മോള് മൈക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ നോക്കി, ഇങ്ങനെ വിഷൻ വാസ് നോട്ട് ക്ലിയർ. അതായത് കുറച്ചുകൂടി ഒന്നുകിൽ ക്യാമറയെ നോക്കുകയാണെങ്കിലോ ഓർക്കസ്ട്രയെ നോക്കുകയാണെങ്കിലോ കുറച്ചുകൂടി ഇൻവോൾവ്മെന്റ് തോന്നും പാട്ടിൽ. അപ്പം ആ ഒരു ചെറിയ ടിപ്പും കൂടിയുണ്ട്. ഓൾ ദ ബെസ്റ്റ്, ബ്യൂട്ടിഫുൾ സിംഗിങ്. താങ്ക് യു അനൂപേട്ട. ഗ്രീഷ്മ, നല്ല കമന്റ്സ് ആണ് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയില്ലേ? ഇനി അതൊക്കെ ഒരു ദിവസം കൊണ്ട് എന്തായാലും അതൊന്നും മാറ്റിമറിക്കാൻ പറ്റില്ല. അടുത്ത സോങ്ങിന് ഇതൊക്കെ ട്രൈ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ ഗ്രീഷ്മ? ബിജേട്ടാ, ഔട്ട് ഓഫ് 30 നമ്മളെ മാർക്ക് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഈ എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്, ഓരോ വരിയുടെ ഇടയിലും മൈക്ക് മാറ്റുക എന്ന് പറയുന്നത് മാറ്റുന്നതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ബ്രത്ത് ഒരു മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് ബ്രത്ത് എന്ന് പറയുന്നത്. ഞാനും ഗ്രീഷ്മയും വലിക്കുന്ന ഒരു സാധനമാണ്, അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പാട്ടിന്റെ ഒക്കെ ഒരു ഭാഗമാണ്, അതൊരു മനുഷ്യനാണ് പാടുന്നതെന്ന് തോന്നിക്കുന്ന കാര്യമാണ് അതൊക്കെ. ബ്രത്ത് നമ്മൾ ഫീൽ ചെയ്യുക, അതിനിടയിൽ ബ്രത്ത് ഇല്ലാതെ വരിയുടെ ഇടയിൽ പറ്റൂലല്ലോ. അതൊരു എന്താ റിയാലിറ്റിയാണ്. അത് നമുക്ക് ഇപ്പൊ മൈക്ക് മാറ്റി എന്നുള്ളത് കൊണ്ട് അത് ഒരു ഭംഗിയോ ഒന്നും ആവുന്നില്ല. അത് മാത്രമല്ല, ഒരു സമയത്ത് കണ്ടുപിടി ഒരു സിന്ധ് നായി പോയി. അതാണ്. അപ്പൊ ആവശ്യത്തിന് അനാവശ്യം ഇത് ഇങ്ങനെ മാറ്റേണ്ട കാര്യമില്ല കേട്ടോ. ഗ്രീഷ്മയുടെ ശ്വാസവും ഞങ്ങൾക്ക് കേൾക്കണം പാട്ടിന്റെ കൂടെ. ഓക്കെ, മാർക്സ് അറിയാം. മാർക്സ് 27.25. 27.25. രവി ചേച്ചി 27.5. 27.5. അനുപേട്ട? മോളെ ഞാനും 27.25 ഔട്ട് ഓഫ് 30. 27.25. ഗ്രീഷ്മ, ഇനി ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്കാണെന്ന് നോക്കാം. എക്സ്പ്രഷന് ഞാൻ തരാം. ഔട്ട് ഓഫ് 3 2.75. 2.75 on 3. റിം ചേച്ചി? Out of 4 3.25. 3.25 on 4. അനുപേട്ട? മോളെ ഫീലിനാണ് ഞാൻ മാർക്ക് തരേണ്ടത്. ഇറ്റ് വാസ് വെരി ഗുഡ്. 2.75 ഔട്ട് ഓഫ് 3. 2.75 on 3. Your total score is 90.75 on 100. Happy? ഹാപ്പി ആയി. ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത റൗണ്ട് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരിക. ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ് ആൻഡ് താങ്ക് യു. കുറച്ചും കൂടി ഒരു സ്വീറ്റ്നെസ് കൊണ്ടുവരാന്ന് എനിക്ക് തോന്നി കേട്ടോ. നമ്മളുടെ ഉണ്ട്, സ്വീറ്റ്നെസ് ഉണ്ട്, കുറച്ചും കൂടി ആവാം. ആ പാട്ട് അങ്ങനെ ഉള്ളൊരു പാട്ടായതുകൊണ്ട്. കാതിലണിയാൻ കാതിലോല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സംശയമുണ്ട് എവിടെ. കഥയ മമ കഥകളതിസാദരം കഥകളതിസാദരം പല കോടി ജന്മങ്ങൾ കുമിളകളായുണർന്നുടയും കഥാസരി സാഗര സീമയിൽ. നമുക്ക് ഉണ്ടായിരുന്ന കവിതകളുടെ ലിസ്റ്റിൽ ഈ പാട്ട് ഫിദലിന് തരാനുള്ള കാരണം മോന്റെ ശബ്ദം ഒന്നാമത്തെ ഘടകം, അതുപോലെ മോൻ അമേസിംഗ് ആയിട്ടുള്ള ഒരു ബ്രെത്ത് കൺട്രോൾ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. Jai Hind TV, for the family, for the nation. എപ്പിസോഡിലെ സെക്കൻഡ് പെർഫോമൻസിലേക്ക് നമുക്ക് പോകാം. ഇശൽ ദർബാർ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു ഉണ്ണിമായ. ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ ഉണ്ണിമായ.
അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. ഓ, ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? ഇത് ഈ റൗണ്ടിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണോ? അറിയാം അല്ലേ? നല്ല നല്ല ഭംഗിയായിട്ടുണ്ട്. താങ്ക് യു. ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? കുട്ടിക്കുപ്പായ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു കൊട്ടാ പൊന്നുണ്ടല്ലോ. പെർഫെക്റ്റ് സോങ് ഫോർ ദിസ് റൗണ്ട്. റൗണ്ടിനെ കുറിച്ച് അറിയാലോ? അറിയാം. ഓക്കെ, അപ്പൊ തകർക്കണം, നന്നായിട്ട് പെർഫോം ചെയ്യാം. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഉണ്ണിമാങ്ങ. ഒപ്പനൊക്കെ നല്ല രസമായിരുന്നു. മോൾക്ക് കൂടെ കൂടായിരുന്നു. ഒപ്പന കളിക്കാൻ അറിയില്ലേ? കളിക്കാൻ അറിയാം. കളിച്ചിട്ടുണ്ടോ? ഇല്ല. സ്കൂളില്? ഇല്ല. പാടിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല, ഒന്നുമില്ല. ഇതുമായിട്ടൊരു ബന്ധവുമില്ല. എന്നാലും കലക്കി. ആൻഡ് ഒരു കാര്യം ചോദിക്കാനുള്ള, എന്താ മണവാട്ടി അടുത്തൊരു സീക്രട്ട് പറഞ്ഞേ? എന്തോ പറഞ്ഞല്ലോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നമ്മളെല്ലാവരും കണ്ടു അല്ലേ? നമ്മളെല്ലാവരും കണ്ടു. എന്തോ പോയി പറഞ്ഞു. എന്താ അത്? അത് പറഞ്ഞാലേ കമന്റ്സ് അറിയാൻ പറ്റുള്ളൂ. അത് ചിരിച്ചോളാൻ പറഞ്ഞു. ചിരിച്ചോളാൻ പറഞ്ഞതാ? ഓക്കെ, എന്തായാലും ശരിയോ, എല്ലാം കലക്കി. ഇനി നമുക്ക് കമന്റ്സ് അറിയാം. ജഡ്ജസ്? ഉണ്ണിമായ, നല്ല പാട്ട് കേട്ടോ. താങ്ക് യു സർ. ബാബുരാജ് മാഷിന്റെ പാട്ടാണ് അല്ലേ? അസലായിട്ട് പാടി മോളെ. നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസും കൂടിയായിരുന്നു പാട്ട്. പിന്നെ ഇത്തരം ഈ ഒരു ചേലില് പാട്ട് അന്നത്തെ ഒട്ടുമിക്ക മ്യൂസിക് കമ്പോസേഴ്സും ചെയ്തിട്ടുണ്ട്. ഈ മാപ്പിള ഇണങ്ങളിൽ വന്നിട്ടുള്ള പാട്ട് രാഘവ മാഷാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. ബാബുരാജ് സാറാണെങ്കിലും ദേവരായ മാഷൊക്കെ ആണെങ്കിലും ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതിൽ വളരെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പാട്ടാണിത്. ഇതിനകത്ത് എല്ലാം ഭംഗിയായി. എനിക്ക് ആകെ പറയാനുള്ളത്, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ പാട്ടിൽ പ്രയോഗിച്ചിട്ടുള്ള ഒരു ഈണം എന്ന് പറയുന്നത് തനനാനാ താനാ താനാ. ഇതാണ് ഏറ്റവും കൂടുതൽ. താനാനാനാ താനാനാനാനാനാ താനാ മകരിസ. അത് താ കുറച്ച് കൂടിയോ കുറഞ്ഞോ പോവാതെ കുറച്ച് താനാ താനാ. ആ അനുപല്ലവി ഒന്ന് പാടാമോ? മുത്തഴകുള്ളൊരു മീനിലെല്ലാം മുത്തി മണക്കാനത്തറു വേണം. ചരണം അനുപല്ലവി അനുപല്ലവി. കനകത്തിൻ നിറമുള്ള കാതിലണിയാൻ കാതിലോല. അതല്ല കാതിലോല. ഒരു കുറച്ചും കൂടി ഒരു സ്വീറ്റ്നെസ് കൊണ്ടുവരാന്ന് എനിക്ക് തോന്നി കേട്ടോ. നമ്മളുടെ ഉണ്ട് സ്വീറ്റ്നെസ് ഉണ്ട്, കുറച്ചും കൂടി ആവാം. ആ പാട്ട് അങ്ങനെ ഉള്ളൊരു പാട്ടായതുകൊണ്ട് അതാ എനിക്ക് തോന്നിയുള്ളൂ. നോട്ടുകളൊക്കെ കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കണം. താനാനാ താനാനാ ആ ലാൻഡിങ് ഒക്കെ തനനാനാ 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 താ വ്യത്യാസമില്ലേ? തനനാനാ തനനാനാ താന. അത്തരം നോട്ടുകളിലെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സ്വിങ്ങിങ് ഉണ്ട്. അതാണ് നമ്മൾ ആസ് എ മ്യൂസീഷ്യൻ നമ്മളത് കൺസീവ് ചെയ്യേണ്ട. അതാണ്, അല്ലാതെ സ്വരങ്ങൾ മാത്രം കേവലം ആ ഏതൊക്കെ സ്വരത്തിൽ കൂടെ പോയി അത് മാത്രമല്ല, ആ സ്വരത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മറ്റൊരു സ്വരത്തിൽ എത്താത്ത രീതിയിലൊരു സ്വിങ് ഉണ്ട്. അതും കൂടി നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, ഗുഡ് ലക്ക്. ഉണ്ണിമായ ഉണ്ണിമായയുടെ ആദ്യം വന്നപ്പോ തന്നെ മേഘന ചോദിച്ചു, അല്ല അസ്ലാം വലൈക്കും എന്ന് പറഞ്ഞപ്പോ വലൈക്കും അസ്ലാം എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് തട്ടത്തിൻ മറയത്ത് എന്ന സിനിമ ഈ അടുത്ത് ഞാൻ കണ്ടു. സൂപ്പർ ഹിറ്റായ ഒരു പടത്തില് ഇതേപോലെ ശിവനായിട്ട് ഒരാൾ നിന്നിട്ട് അസ്ലാം വലൈക്കും എന്ന് പറയുമ്പോൾ തിയേറ്ററിൽ ഭയങ്കര ശരിയായിരുന്നു. ഞാൻ പെട്ടെന്ന് ആ കാര്യം ഓർത്തുപോയി. മോള് നല്ല രസമായിട്ട് എത്രയും ഹിറ്റായ ഒരു പാട്ട് എത്ര കേട്ടാലും എല്ലാവരുടെയും മനസ്സിൽ ഇതിന്റെ ട്യൂണും ഇതിന്റെ വരികളും. കാരണം ഞാൻ ജോത്സ്ന ഗായത്രി ചേച്ചി എല്ലാവരും കൂടെ കണ്ണൂർ ഒരു പരിപാടിക്ക് ഇത് ആദ്യമായിട്ട് പാടിയ ഓർമ്മയുണ്ട്. വരിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തെറ്റിച്ചു. പക്ഷെ ആൾക്കാർക്കറിയാം കറക്റ്റ് വരി, എല്ലാവരുടെയും മനസ്സിലുള്ള വരി. പക്ഷെ മോള് നല്ല ഭംഗിയായിട്ട് തന്നെ പാടി. ബീച്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഞാനും അത് തന്നെ എഴുതിയേക്കുന്നത്. ചെറിയ ട്യൂണാണെങ്കിലും ഈ ട്യൂണ് നമുക്ക് അത്രയും മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നതുകൊണ്ട് കാതിലണിയാൻ കാതിലോല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സംശയമുണ്ട് എവിടെ, അല്ലെ? ഇപ്പൊ പഠിച്ചുകൊണ്ടാവാം, ആദ്യമായിട്ട് പാടുന്നത് കൊണ്ടാവാം, അല്ല അതിലൊന്നും ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇനി ആ സംശയമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലിയർ ആയിട്ട് കുറച്ച് ക്ലാരിറ്റിയോട് കൂടി പാടിക്കഴിഞ്ഞാൽ ഇതിലും ഗംഭീരമായിട്ട് പാടാൻ പറ്റുമോ ഒക്കെ. ഇതിങ്ങനെ ഈ ഒപ്പന പാട്ടിൽ ഇങ്ങനെ ഈ ഡ്രസ്സിൽ നിന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ അടുത്ത് ഒരു മാഡ് ഡാഡ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി പത്മപ്രിയ മണവാട്ടിയായിട്ടും ഞാൻ ആ മണവാട്ടിക്ക് ചുറ്റും ഇത് ഈ ഡ്രസ്സല്ല, ആ സമയത്ത് ഒരു 10 വർഷത്തെ മുമ്പിലത്തെ ഒരു ചുരിദാർ എന്ന് വെച്ചാൽ ഇങ്ങനെ ലൂസ് ആയിട്ടുള്ള അങ്ങനത്തെ ചുരിദാറും ഒരു തട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓടി നടന്നിങ്ങനെ മണവാട്ടിക്ക് ചുറ്റും ഡാൻസ് ചെയ്യുന്ന സീൻ ഞാൻ ഓർത്തുപോയി. അത് ഉടനെ തന്നെ വരും മാഡ് ഡാഡ് എന്ന ചിത്രത്തിലൂടെ. പാട്ട് ഫുള്ളായിട്ടൊന്നും ഇല്ല, ബുദ്ധിമുട്ടണ്ട, അത്ര പേടിക്കണ്ട. 4 ഒരു തുടക്കത്തില് അത് കിലു കില ചിരിക്കണ പെണ്ണാണ്, സുറുമ കണ്ണിവളുടെ ചേലാണ്, ദുനിയാവ് മനത്തന തന നീനി നീനി സിഗ്നൽ മുടക്കണ അവളുടെ നടത്തം നടത്തം. അങ്ങനെ ആ പാട്ട് എന്തായാലും വരുമ്പോ കാണാം, ഉണ്ടെങ്കില് തീർച്ചയായിട്ടും നമുക്ക് കാണാം. അനൂപേട്ട. ഉണ്ണിമായ, താങ്ക് യു ഫോർ റെൻഡറിങ് എ ലെജൻഡറി സോങ്. മലയാളത്തിലെ എക്കാലത്തെയും പ്രശസ്തമായ ഗാനങ്ങളിൽ ഈ പാട്ടിന് ഒരു സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് ഈ മാപ്പിള പാട്ടുകളുടെ ഗണത്തിൽ വരുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട പാട്ടുകളിൽ ഈ പാട്ടിന് വളരെ പ്രത്യേകിച്ച് ഒരു സ്ഥാനമുണ്ട്. താങ്ക്സ് ടു ബാബുക്ക, ഭാസ്കരൻ മാസ്റ്റർ. ആൻഡ് മോളെ, ഇതിലെ ഏറ്റവും പ്രധാനമായിട്ടും എനിക്ക് തോന്നിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ പാട്ടിനോടൊരു ആത്മാർത്ഥത പുലർത്തുക. അത് മോള് തീർച്ചയായിട്ടും ചെയ്തു. അത് ഒരുപക്ഷെ മോള് കണ്ണൂരിൽ നിന്ന് വരുന്നതുകൊണ്ടായിരിക്കാം. ആ നാടിന്റെ കോഴിക്കോട് കണ്ണൂർ എല്ലാം അടുത്തടുത്താണല്ലോ. അതുകൊണ്ട് തന്നെ ആ മലബാർ പ്രദേശത്തിന്റെ ഒരു ബൈ ഡിഫോൾട്ട് മോൾക്ക് ഈ പാട്ടിനോടൊരു ആത്മാർത്ഥത പുലർത്താൻ പറ്റി. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. പിന്നെ ഏറ്റവും പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബിജേട്ടൻ ഇതിന്റെ മ്യൂസിക്കൽ എലമെന്റ്സ് എല്ലാം തന്നെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എല്ലാവരും ഈശ്വരിയമ്മയാണ് പാടിയിരിക്കുന്നത് ഈ പാട്ട്. മോളെ അപ്പം തന്നെ അതിലൊരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു അണ്ടർലൈനിങ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, അന്ന് ഇപ്പം എൻ്റെ ഒരു അസംഷനാണ്, തെറ്റായിരിക്കാം, പക്ഷേ
എങ്കിലും നമ്മൾ വളരെ പ്രധാനമായും അതെ അല്ല തെറ്റായിരിക്കാം എങ്കിലും തോന്നുന്ന ഒരു കാര്യം പറയാണ്. ലെറ്റ് മീ കം ടു ദ പോയിന്റ്. അന്ന് സുശീലാമ്മയും ജാനകിയമ്മയും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പാട്ട് എല്ലാവരും ഈശ്വര്യമ്മയെ കൊണ്ട് ബാബുക്ക പാടിക്കുകയാണെങ്കിൽ എന്തെങ്കിലും റീസൺ കാണുമോ അല്ലേ? ബൈ ഡിഫോൾട്ട് എല്ലാവരും ഈശ്വര്യമ്മ ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള പാട്ടുകൾ പാടാൻ കെൽപ്പുള്ള ഒരു ഗായികയാണ്. അത്രയും എന്താ പറയുക ആറ്റിറ്റ്യൂഡുള്ള അല്ലെങ്കിൽ അത്രയും ലൈവ്ലിനെസ് ഉള്ള പാട്ടുകൾ പാടുന്ന ഗായികയാണ് എല്ലാവരും ഈശ്വര്യമ്മ. അതുകൊണ്ട് തന്നെ ദ ചോയ്സ് വുഡ് ഹാവ് വെൻ ടു ഈശ്വര്യമ്മ. ഒരു സാധ്യതയില്ല, നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. ബിക്കോസ് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, റിമി. നമുക്ക് ഇത്രയും ഇപ്പോൾ കറണ്ട് സിനറിയോയിൽ ഒരു ലൈവ്ലി ആയിട്ടുള്ള സോങ് വരികയാണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് പോകുന്നത് റിമിക്കായിരിക്കും തീർച്ചയായിട്ടും. സോ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. മോള് നന്നായിട്ട് പാടി, എനിക്ക് ഇത്തിരി കൂടി ലൈവ്ലി ആയാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. അതായത് മോളെ ഓഫ് സ്ക്രീൻ പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. മോൾ ഇതിനേക്കാളും സ്മാർട്ടാണ് പേഴ്സണൽ സെഷൻസിൽ, അതായത് കുട്ടികളോടൊത്തൊക്കെ വരുമ്പോൾ ഇനിയും ജോളിയായിട്ട് സംസാരിച്ച് ലൈവ്ലി ആയിട്ട് നിൽക്കുന്ന ഉണ്ണിമായ വരുമ്പോൾ ഇത്തിരി ഒരു ടെൻസ്ഡായ ഒരു നാടൻ കുട്ടിയായി മാറുന്നില്ലേ എന്നൊരു സംശയമില്ലാതില്ല. അതൊന്ന് മാറ്റുക, ഒന്നുകൂടി സ്മാർട്ടാക്കി നമുക്ക് പാടാം. ഓക്കെ, അപ്പം ആ ഒരു ലൈവ്ലിനെസ് വന്നാൽ ഇനിയും പാട്ട് ഭംഗിയുണ്ടാവും. സോ ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അനുവേട്ടാ. ഇതിലും സ്മാർട്ടാണ്. ഷോ വാട്ട് യു ആർ. എന്തിനാ അത് മറച്ചു വെക്കുന്നത്? സ്മാർട്ട്നെസ് കാണിക്കണ്ടേ? ഉണ്ണിമായ ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ? ബീച്ചേട്ടാ 26.75. 26.75. ചേച്ചി മോളു 26.5. 26.5. അടുത്ത പ്രാവശ്യം ഈ ഇതുപോലത്തെ ഒക്കെ പാട്ട് എടുക്കുമ്പോൾ അനുവേട്ടൻ പറഞ്ഞതുപോലെ ബിജേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെയാന്ന് മനസ്സിലായില്ല മോക്ക്? ഒരു കൊട്ട പൊന്നുണ്ട് കുറച്ചൊന്നൊരു അല്ല, അതിന്റെ ഒരു മോഡുലേഷൻ, അതിന്റെ എന്താ പറയാ, ആ ഒരു കുറച്ച് ചിരിച്ച് ഒരു സന്തോഷമായിട്ട് പാടാം. അതുപോലെ കൽബിൽ നമ്മൾ പറയുന്നതിൽ എപ്പോഴും തിരിയുന്ന കൽബിൽ വേണം കേട്ടോ. ഓക്കെ, അനുവേട്ടാ ഔട്ട് ഓഫ് 30. 26.5 ഔട്ട് ഓഫ് 30. 26.5. ഇനി ഓവറോൾ പെർഫോമൻസ് ഔട്ട് ഓഫ് 10. ബീച്ചേട്ടാ ഔട്ട് ഓഫ് 3. എക്സ്പ്രഷൻ 2.25. 2.25. ചേച്ചി സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് 3. താങ്ക് യു റിം ചേച്ചി. 3 on 4. അനുവേട്ടാ മോളെ ഫീലിന് 2.25 ഔട്ട് ഓഫ് 3. 2.25 on 3, which make your total score 87.25 on 100. കുഴപ്പമില്ല അല്ലേ? ഓക്കെ, ഇനി അടുത്ത റൗണ്ടിൽ ഇതിലും നല്ല മാർക്ക് വാങ്ങിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കഥയ മമ കഥകളതി സാദരം കഥകളതി സാദരം പല കോടി ജന്മങ്ങൾ കുമിളകളായുണർന്നുടയും കഥാസരി സാഗര സീമയിൽ. ഒരുപാട് ബ്രെത്ത് കൺട്രോളൊക്കെ വേണ്ട ഒരു പാട്ടാണ്. മോൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? കഥകളി കടലുകൾ കുലശൈല ശൃംഗങ്ങൾ കഥ തന്നെ വഴി നീളയടരുമീലകളും. നമ്മുടെ കുട്ടികളെ ഇതെടുത്ത് പാടാൻ അല്ലെങ്കിൽ പാടിയതിൽ ഭയങ്കര സന്തോഷം. കഥകളേക്കാൾ ഭാരമില്ല ഭൂമിക്കുമെന്നറിയുക, ആഴമില്ലൊരു സമുദ്രത്തിനും. ഇത്രയും നല്ലൊരു റൗണ്ടിന്റെ കോൺസെപ്റ്റ് നമുക്ക് സജസ്റ്റ് ചെയ്ത ബിജി ചേട്ടനൊരു സ്പെഷ്യൽ താങ്ക്സ്. Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. ഐഡിയൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസ് ആണ് അടുത്തതായി കാവ്യ മുരളിക റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു നമ്മുടെ സ്വന്തം ഫിഡൽ. ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ ഫിഡൽ. ഹായ് ഫിഡൽ. കുറച്ചുകൂടെ ഹാൻഡ്സം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അറിയില്ല, എന്നാ ഞാൻ പറയുന്നു ഹാൻഡ്സം ആയിട്ടുണ്ട്. ഇനി സ്റ്റേജ് ബൈ സ്റ്റേജ് ഇങ്ങനെ ഭംഗി വെച്ച് വരുമോ? അറിയില്ല. ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? കേരള കഫേ എന്ന മൂവിയിലെ വിജയപാൽ സാർ ചെയ്ത കഥയ മാമ എന്ന പാട്ടാണ്. ഈ റൗണ്ട് എന്താണെന്ന് അറിയാലോ? അറിയാം. അപ്പം കവിയുടെ പേരും കൂടെ നമുക്ക് വ്യക്തമാക്കാം. റഫീഖ് അഹമ്മദ് സാർ. ഓക്കെ, നന്നായിട്ട് പെർഫോം ചെയ്യണം. ലെറ്റ്സ് മൂവ് ടു ദ പെർഫോമൻസ്.
മമ കഥയ മമ കഥകളതിസാദരം കഥകളതിസാദരം കഥയ മമ കഥകളതിസാദരം കഥകളതിസാദരം പല കോടി ജന്മങ്ങൾ കുമിളകളായുണർന്നുടയും കഥാസരിത്സാഗര സീമയിൽ കഥകളാകുന്നു നാം അറിവിലയെങ്കിലും അഥവാ തിരിച്ചറിഞ്ഞെന്നാലും അറിയുകില്ലുൾ കഥ കഥകളാൽ നിഭൃതമീ പ്രകൃതിയും കഥയ മമ കഥകളതിസാദരം കഥകളതിസാദരം കഥകളി കടലുകൾ കുലശൈല ശൃംഗങ്ങൾ കഥ തന്നെ വഴി നീളയടരുമീലകളും കഥനമായിരിയുമായുസ്സിന്റെ തിരികെട്ടു കഥ കഴിയുമ്പോൾ തുടങ്ങുന്നു പുതിയതൊന്നവസാനമില്ലാതെ കഥനമോ തുടരുന്നു 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 കഥയ മമ കഥകളതിസാദരം കഥകളതിസാദരം വഴിയോര സത്രത്തിൽ അപരാഹ്ന വേളയിൽ ഒരുമിച്ചു കൂടി പിരിഞ്ഞു പോകും വരെ പറയുക പറയുക കഥകൾ നിരന്തരം കഥ പറഞ്ഞങ്ങനെ കഥകളായി കാലത്തിലലിയുക അതിലൊരു കഥയില്ല എങ്കിലും കഥകളേക്കാൾ ഭാരമില്ല ഭൂമിക്കുമെന്നറിയുക ആഴമില്ലൊരു സമുദ്രത്തിനും കഥയ മമ കഥകളതിസാദരം കഥകളതിസാദരം ഫിഡൽ, വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും ആസ്വദിച്ചു. നമുക്ക് കമന്റ്സ് അറിയണം അല്ലേ? നമുക്ക് കമന്റ്സ് അറിയാം, പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ കമ്പോസിഷൻ പറ്റി എന്തെങ്കിലും ബിജേട്ടൻ എന്താ പറയാനുള്ളതെന്നൊക്കെ. ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കേരള കഫേ എന്ന് പറയുന്ന സിനിമയാണ്. അത് 10 സംവിധായകർ 10 മിനിറ്റുള്ള 10 സിനിമകൾ ചേർന്ന ഒരു സിനിമയാണ് കേരള കഫേ. അപ്പോൾ അതിനകത്ത് പൊതുവായിട്ട് ഒരു പാട്ട് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. അത് ഓരോ സിനിമകളുടെയും ഹബ്ബ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ കഥകളാണ്, 10 കഥകളാണ്. അപ്പോൾ അത് ശ്രീ റഫീഖ് അഹമ്മദിനോട് അതിൻ്റെ ഡയറക്ടർ, എൻ്റെ ഒരു ക്യാപ്റ്റൻ രഞ്ജിത്ത് സാറ് വിളിച്ചിട്ട് പറഞ്ഞു, കഥയമമ അത് രാമായണത്തിൻ്റെ വരിയാണ് തുടക്കം. നീ എന്താ പറയുക, കിളിയോട് പറയുകയാണ് എഴുത്തച്ഛൻ, നീ കഥ പറയൂ എന്ന് പറയുകയാണ്. കഥയമമ കഥകളതിസാദരം, കഥകൾ പറയൂ എന്ന് പറയുകയാണ്. അത് വെച്ച് തുടങ്ങാൻ നമുക്ക്, കാരണം കഥകളാണല്ലോ നമ്മളും പറയുന്നത്. അപ്പം അങ്ങനെ തുടങ്ങാമെന്ന് പറഞ്ഞ് റഫീഖ് അഹമ്മദ് ആ മീറ്ററിൽ അദ്ദേഹം കുറേ വരികൾ എഴുതിത്തന്നു. എന്നിട്ട് ഡയറക്ടർ എന്നെ വിളിച്ച് പറയുക, അത് അതേപോലെ തന്നെ കവിതയായിട്ട് തന്നെ അത് ചെയ്യാന്ന്. അപ്പോൾ അദ്ദേഹം ഡയറക്ടർ എന്നോട് പറഞ്ഞത്, ബിജി എനിക്കൊരു ഹിറ്റ് പാട്ട് വേണ്ട എന്നാണ് പറഞ്ഞത്. ഹിറ്റ് പാട്ട് വേണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു മ്യൂസീഷ്യനെ സംബന്ധിച്ച് ഒരുപാട് സ്വാതന്ത്ര്യം തരുന്നത് പോലെയാണ്. എല്ലാ സംവിധായകരും പറയുന്ന ഹിറ്റ് പാട്ടുകൾ വേണമെന്നല്ലേ, പക്ഷെ ഇത് എനിക്ക് ഹിറ്റ് പാട്ട് വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അത് ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടുന്ന പോലെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്ത് ഇപ്പോൾ കവിത എന്നുള്ള രീതിയിൽ ഈണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. എന്നാൽ പോലും ഞാൻ ഇപ്പോൾ അനുപല്ലവിയിൽ ഓരോ വരിയും ഓരോ ഒരു റൂട്ടുകളാണ് പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഥകളി കടലുകൾ കുലശൈല ശൃംഗങ്ങൾ കഥ തന്നെ വഴി നീളയടരുമീലകളും
കഥനമായെരിയുമായുസിന്റെ തിരികെട്ട് കഥ കഴിയുമ്പോൾ അവിടെ വേറെ തുടങ്ങണം. പുതിയതൊന്നവസാനമില്ലാതെ കഥനമോ തുടരുന്നു 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 കഥയമം. അങ്ങനെ ഓരോ, പിന്നെ അവസാനം മധ്യമാവധിയിലാണ് അത് തീർന്നല്ലോ. എല്ലാ കൺസേർട്ടുകളിലും നമ്മൾ മംഗളം പാടുന്ന മധ്യമാവധിയിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ ആൾക്കാരും യാത്ര തീരുന്നതിന് മുമ്പ് വഴിയോര സത്രങ്ങളിൽ ഇരിക്കുമ്പോൾ, സായാഹ്നങ്ങളിൽ അല്ലെങ്കിൽ അപരാഹ്നങ്ങളിൽ ഇരിക്കുമ്പോൾ കൂടിച്ചേർന്ന് ഇനിയും കഥകൾ പറയൂ എന്നാണ് പറയുന്നത്, കവിത പറയുന്നത്. ഇനിയും കഥകൾ പറഞ്ഞ് നിങ്ങൾ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, കാരണം കഥകളേക്കാൾ ഭാരമില്ല ഭൂമിക്ക് എന്നാണ് കവി പറയുന്നത്. കവിതയ്ക്ക് അല്ല, കഥകൾക്കാണ് ഭാരം, ഭൂമിക്കല്ല. കഥകളേക്കാൾ ഭാരമില്ല ഭൂമിക്ക് അറിയുക, ആഴമില്ലൊരു സമുദ്രത്തിനും. സമുദ്രത്തെക്കാൾ ആഴമാണ് കഥകൾക്ക്. അതുകൊണ്ട് കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, കാരണം നമ്മൾ കഥയുടെ ഭാഗമാണ്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കഥകളുടെ ഭാഗമാണെന്നാണ് കവി പറയുന്നത്. അപ്പോൾ അത് എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കവിതയാണ്. കാരണം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ചില കവിതകൾ നമുക്ക് തരും. അതിൽ ഒരു കവിതയാണ് അത്. അപ്പോൾ അത് കോയിൻസിഡൻ്റലായിട്ട് എനിക്ക് അത് ചെയ്യാൻ ഭാഗ്യം കിട്ടി എന്നുള്ളതും, കേരള കഫേ പോലെയുള്ള അന്നത്തെ ഒരു എന്താ പറയുക, ഒരു മൈൽ സ്റ്റോൺ പോലെ ഒരു സിനിമയ്ക്ക് ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതിലും എനിക്ക് എന്താ പറയുക നന്ദിയുണ്ട് ഡയറക്ടറോടും കവിയോടും. ഇനിയും നല്ല നല്ല സോങ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഫിഡലിന്റെ കമന്റ്സ് അറിയാം. ചേട്ടാ കമന്റ്സ് നന്നായിട്ട് പാടി ഫിഡൽ. കാരണം ഈണത്തെക്കുറിച്ച് ഒരുപാട് പറയേണ്ട കാര്യമില്ല, പക്ഷെ കവിതയിൽ ആകെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ചില ഡിഫറൻസിയേഷൻ കൊടുക്കണം ചില ഫ്രേസുകളിൽ. അപ്പോൾ അഥവാ തിരിച്ചറിയില്ല എന്നാണ് പറയുന്നത്. അഥവാ തിരിച്ചറിഞ്ഞെന്നാലും അറിയുകിൽ ഉൾക്കഥ തിരിച്ചറിയണം. ഉൾക്കഥ ചിലപ്പോൾ തിരിച്ചറിഞ്ഞെന്ന് വരില്ല. അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, കഥകളാൽ നിഭൃതമീ പ്രകൃതിയും. അത് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവരണം. മോൻ കുറച്ചും കൂടി വലുതാവുമ്പോൾ അത് ചിലപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. എന്നാലും മോനെ കൊണ്ടാവുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് അത് ചൊല്ലി. കാരണം ഒരുപാട് ബ്രെത്ത് കൺട്രോളൊക്കെ വേണ്ട ഒരു പാട്ടാണ്. മോൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? കാരണം 5/8 ഒരുപാട് വാക്കുകളും വരികളും ഒക്കെ വരുന്ന, അത് ചിലപ്പോൾ ഈ ശ്വാസം എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടേ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുമായിരിക്കും കേട്ടോ. ഗുഡ് ലക്ക്. ഫിഡൽ, ഇത്ര ബുദ്ധിമുട്ടുള്ള ഒരു പാട്ട്, ഇത്ര ബ്രെത്ത് കൺട്രോൾ വേണ്ട ഒരു പാട്ട് അറ്റംപ്റ്റ് ചെയ്തതിന് നല്ലൊരു കൈയടി കൊടുക്കണം. ഇത്ര വരികള് അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് അത് മനസ്സിൽ വെച്ച് ഒരു തെറ്റുപോലും സംഭവിക്കാണ്ട് ഇത്ര മനോഹരമായ പാടിയതിന് ചേച്ചി ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുന്നു മോനെ. ഒരു ചെറിയ സജഷൻ പറയാനാണെങ്കിൽ റിഹേഴ്സൽ ഇതിനേക്കാളും നന്നായി പാടിയെന്ന് എനിക്ക് തോന്നി. ഇതിപ്പോ എല്ലാരും കൂടി ഇരിക്കുന്നപ്പോ അതിന്റെ കമ്പോസർ ഇരിക്കുമ്പോ മുന്നിലിരിക്കുമ്പോ പാടാൻ മോൻ അറിയാണ്ട് എവിടെയോ ഒരു ചെറിയ ടെൻഷൻ വന്നു. അതാണ് ആ ചെറിയൊരു സംഭവം ഇടയ്ക്ക് വന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, എന്തിനാ എത്ര പേടിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ മേക്കപ്പ് റൂമിൽ ഇരുന്നപ്പോൾ കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ തന്നെ വിഷയോട് പറഞ്ഞു, അയ്യോ നന്നായി പാടുന്നുണ്ടല്ലോ. അത് കേട്ടത് കൊണ്ട് മാത്രം ചേച്ചിക്ക് ഇതിപ്പോ തോന്നിയുള്ളൂ. പക്ഷെ കേൾക്കുന്നവർക്ക്, കേൾവിക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. എന്തായാലും ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നുന്നത്, ബിജി ബാൽ എന്ന ഇദ്ദേഹത്തിനോടൊപ്പം ഈ വേദിയിൽ ഈ കസേരയിൽ ഇരിക്കാൻ പറ്റുന്നത് തന്നെ ഞങ്ങളുടെ വലിയ ഒരു ചെറിയ പുകഴ്ത്തൽ എന്ന് തീർച്ചയായിട്ടും ആരും വിചാരിക്കരുത്. ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. കാരണം ബഹുമാനം അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചാൽ കിട്ടുന്നോ പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒരു സംഭവമല്ല. നമ്മൾ അവരുടെ കഴിവുകൊണ്ട് നമ്മൾ അറിയാണ്ട് കൊടുത്തു പോകുന്ന ഒരു സംഭവമാണ് ഞങ്ങൾ തന്നിരിക്കുന്നു ഗുരു. കാരണം അദ്ദേഹത്തിന്റെ രീതിയും അദ്ദേഹത്തിന്റെ സംസാര രീതിയും അദ്ദേഹത്തിന്റെ പാട്ടിലുള്ള ഒരു ഇത്ര ജ്ഞാനസ്ഥനും, അപ്പൊ ഈ പാട്ടിലൂടെ തന്നെ നമുക്ക് അതിന്റെ ഓർക്കസ്ട്രേഷൻ ആയിക്കോട്ടെ, അതിന്റെ ട്യൂൺ ആയിക്കോട്ടെ, എന്തോ നമുക്ക് ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു പാട്ട്. അതിനെപ്പറ്റി എങ്ങനെ പറയണമെന്ന് എനിക്ക് കറക്റ്റ് എനിക്ക് അറിയത്തില്ല. ഇതിൽ ആരാണ് എന്റെ ഓർക്കസ്ട്രേഷൻ ബിജേട്ട ചെയ്തിരിക്കുന്നത്? മധുചേട്ടൻ ആണോ ചെയ്തേക്കണേ? ഓ അത് ശരി, ബിജേട്ടൻ തന്നെ ചെയ്തേക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ അതിനൊരു വലിയൊരു കൈയടി. എന്തായാലും മോനെ വളരെ കാവ്യാത്മകമായ രീതിയിൽ തന്നെ ഈ എന്നാ സിനിമാ പാട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ, സിനിമയ്ക്ക് വേണ്ടി എന്നാ അതിന്റെ കവിതയുടെ ഒട്ടും ഭാവം ചോരാതെ വളരെ മനോഹരമായ ഒരു പാട്ട്. ഈ പാട്ട് പക്ഷെ അങ്ങനെ ആരും പാടുന്നത് ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല. ഇത് അനൂപായിരിക്കും സെലക്ട് ചെയ്തേക്കുന്നത്.
അനൂപ് സാറാണ്. അപ്പൊ എന്തായാലും നമ്മുടെ കുട്ടികൾ ഇതെടുത്ത് പാടാൻ അല്ലെങ്കിൽ പാടിയതിൽ ഭയങ്കര സന്തോഷം. ഇത് കേൾക്കാൻ പറ്റാത്തവർക്ക് ഈ പാട്ട് ഒന്ന് കേൾക്കാനും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നിപ്പിക്കും വിധത്തിൽ പാടിയതിന് മോന് വലിയൊരു അഭിനന്ദനം. താങ്ക് യു ചേച്ചി. ഫിഡൽ ആദ്യമായിട്ട് ഇത്രയും നല്ലൊരു റൗണ്ടിന്റെ കോൺസെപ്റ്റ് നമുക്ക് സജസ്റ്റ് ചെയ്ത ബിജി ചേട്ടനൊരു സ്പെഷ്യൽ താങ്ക്സ്. ബിക്കോസ് യുവ കവികളിൽ ഏറെ അനുഗ്രഹീതനായ ഒരു കവിയാണ് ശ്രീ റഫീഖ് അഹമ്മദ്. അതിനുള്ള തെളിവാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് സംസ്ഥാന പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് തന്നെയാണ് ലഭിക്കുന്നത്. മികച്ച ഗാനരചയിതാവിനുള്ള ഒന്നിനൊന്ന് മികച്ച സിനിമാ ഗാനങ്ങളാണ് അദ്ദേഹത്തിന്റെ. അദ്ദേഹം നല്ലൊരു കവി കൂടിയാണ്. അദ്ദേഹത്തിന്റെ നല്ലൊരു കവിത അതിന്റെ ഭംഗി ഒട്ടും ചോരാതെ നമുക്ക് പ്രിയങ്കരനായ ബിജി ചേട്ടൻ സമ്മാനിച്ച ഒരു ഈണവും. ആൻഡ് തീർച്ചയായിട്ടും സ്മരിക്കേണ്ട മറ്റൊരു വ്യക്തി ജയചന്ദ്രൻ സാർ. ഇത് ആലപിച്ച ജയചന്ദ്രൻ സാർ. ഇതിന്റെ ഏറ്റവും നല്ല ഓർമ്മ എനിക്ക് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഗായകർക്കും മ്യൂസിക് സർക്കിളിലുള്ള വ്യക്തികൾക്ക് അറിയാം, പി ജയചന്ദ്രൻ എന്ന ഗായകൻ കുറച്ച് റിസർവ്ഡ് ആണ് അദ്ദേഹം. അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് കയറി എന്താ പറയാ, അത്ര അടുത്ത് ഇടപഴകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ പരിചയപ്പെട്ടവരെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. നമുക്ക് ഭയങ്കര സ്നേഹം തോന്നുന്ന ഒരു ക്യാരക്ടർ. നമുക്ക് ആദ്യം അടുക്കാൻ കുറച്ചൊരു പേടി തോന്നുമെങ്കിലും പക്ഷെ വളരെ ഒരു നർമ്മ ഒക്കെ പറയുന്ന ഭയങ്കര ഒരു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. അതുപോലെ അദ്ദേഹത്തിന്റെ ഉള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹി റെസ്പെക്ട്സ് മ്യൂസീഷ്യൻസ് അലോട്ട്. ട്രൂ മ്യൂസീഷ്യൻസിനെ ഒരുപാട് ആദരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ കഥയമ്മ എന്ന പാട്ടിന്റെ എനിക്കുള്ള ഓർമ്മ എന്താന്ന് വെച്ചാൽ, ഇത് ബിജിചേട്ടന് വേണ്ടി പാടിയിട്ട് അതിനടുത്ത ദിവസം അതിന്റെ പിറ്റേ ദിവസം എന്തോ വിത്തിൻ ഫ്യൂ ഡേയ്സ് അദ്ദേഹത്തെ കാണാൻ പറ്റിയിരുന്നു. അപ്പൊ അദ്ദേഹം, ഞാനും ശ്രീ വി കെ പ്രകാശ് എന്ന ഡയറക്ടറുമാണ് ഇരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നലെ ബിജി ബാലിന് വേണ്ടി നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സന്തോഷ സൂചകമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ബാക്കിയുള്ളവർക്ക് അദ്ദേഹം നൽകാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതുമായ ഒരു മസാല ദോശ എനിക്ക് വാങ്ങിച്ചു തന്നു. അപ്പൊ ആ ഒരു ഓർമ്മയുണ്ട് ഈ പാട്ടിനെ കുറിച്ച്. ആൻഡ് മോനെ അസലായിട്ട് മോൻ ഇത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. നമുക്ക് ഉണ്ടായിരുന്ന കവിതകളുടെ ലിസ്റ്റിൽ ഈ പാട്ട് ഫിദലിന് തരാനുള്ള കാരണം മോന്റെ ശബ്ദം ഒന്നാമത്തെ ഘടകം. അതുപോലെ മോൻ അമേസിംഗ് ആയിട്ടുള്ള ഒരു ബ്രെത്ത് കൺട്രോളുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. അപ്പൊ ഈ പാട്ടിന് അത് ആവശ്യമാണ് എന്തുകൊണ്ടും. അതുകൊണ്ട് തന്നെയാണ് മോൻ ഈ പാട്ട് തരാൻ കാരണവും. മോന് 100% അതിനോട് നീതി പുലർത്താൻ സാധിച്ചു. ചെറിയ കറക്ഷൻസ് ബിജിചേട്ടൻ പറഞ്ഞു, ബിക്കോസ് ഹീസ് എ ക്രിയേറ്റർ. എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ്, ചില സ്ഥലത്ത് വാക്കുകൾ മുറിക്കുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കാം. അത് നമ്മൾ കുറച്ചുകൂടി റീഡ് ചെയ്യുമ്പോൾ, കുറച്ചുകൂടി മോന് വയസ്സാവുമ്പോൾ അതിനുള്ള മെച്യൂരിറ്റി കിട്ടും. ബാക്കി എല്ലാം കൊണ്ടും തന്നെ കേൾക്കാൻ സുഖമുള്ള ഒരു അവതരണമായിരുന്നു. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ഫിഡൽ, യു ഡിഡ് യുവർ മാക്സിമം. ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ? ഓക്കെ. ബിചേട്ടാ, ഔട്ട് ഓഫ് 30 27.25. 27.25. ഫീലിന് ഞാൻ പറയാണ്, ഫീലിന് 2.5 ഔട്ട് ഓഫ് 3. 2.5 on 3. ചേച്ചി മോനെ ഈ ഒരു നല്ല അറ്റംപ്റ്റിന് മോന് 27.5. താങ്ക് യു ചേച്ചി. താങ്ക് യു. പിന്നെ 4-ൽ മോന് 3.5. 3.5 on 4. അനുപേട്ടാ? മോനെ ഞാനും 27.25 നൽകുന്നു ഔട്ട് ഓഫ് 30. ആൻഡ് നല്ല എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ 2.5 ഔട്ട് ഓഫ് 3. താങ്ക് യു സർ. താങ്ക് യു അനുപേട്ടാ. 90.5 on 100. താങ്ക് യു. നൈസ് സ്കോർ. ഹാപ്പി ആയോ? കിട്ടുന്നത് കിട്ടി. ഇതിലും കൂടുതൽ പ്രതീക്ഷിച്ചോ? ഇല്ല അല്ലെ? ഇത് തന്നെ മനസ്സിൽ കണ്ടു. 90 വാങ്ങിക്കണം. 90 ആണ് പോകും അല്ലെ? ഓക്കെ ഫിഡൽ, ഇനി വരുന്ന റൗണ്ടിലും ഇതുപോലെ ആഗ്രഹിച്ച പോലെ എല്ലാം നേടാൻ പറ്റട്ടെ. ഗുഡ് ലക്ക്. താങ്ക് യു. അങ്ങനെ നമ്മുടെ 3rd സ്റ്റേജിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഗുഡ് നൈറ്റ് പറയുന്നതിന് മുമ്പായി ഞാനൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആണ് ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ട്രാവൽ നീഡ്സിനായി നിങ്ങൾക്ക് എപ്പോഴും ഒരു ഹെൽപ്പിംഗ് ഹാൻഡായി ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി is there. By saying that, it's me Meghna signing out from your favorite show ITL World Junior Idol Season 2. Good night, take care and bye bye. മോൻ അസലായിട്ട് പാടി. It was definitely a good performance.
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ട് മോള് ഭംഗിയായിട്ട് തന്നെ പാടി കേട്ടോ. നല്ല സ്വീറ്റ് ആയിരുന്നു, ബോൾഡ് ആയിരുന്നു, എക്സ്പ്രസീവ് ആയിരുന്നു. പണ്ടത്തെ കളിത്തോളം ബ്രില്യന്റ് ആയിട്ട് മോൻ പാടി. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ. മോൾ ഇവിടുത്തെ ഏറ്റവും നല്ല ബെസ്റ്റ് സിംഗേഴ്സിൽ ഒരു കുട്ടിയാണ്. കാതലിൻ ദീപം ഒன்று ഏற்றினாளே என் நெஞ்சில். മോന്റെ ഒരു സ്മാർട്ട്നെസ് ഒക്കെ പാട്ടിലുണ്ടായി. കലൈവാണിയേ കലൈവാണിയേ. ഹാറ്റ്സ് ഓഫ്. നാദാപുരം പള്ളിയിലെ ചന്ദന കൂടത്തിനെ. വടക്കൻ കേരളത്തിന്റെ കാറ്റ് ആ തട്ടത്തിൽ ഇങ്ങനെ തട്ടി തട്ടി പോകുമ്പോൾ പെണ്ണിന്റെ മൊഞ്ച് കൂടി കൂടി വരുന്നു. Remy Tommy, Bijibal, Anup Shankar and Meghna's costume sponsored by Rajakumari Total Shopping, Attingal, Pothankode.